ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജർമ്മനിയിലെ നമ്മുടെ മറ്റൊരു യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കിടാനായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡോട്ട്മുണ്ടിലുള്ള ഒരു ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ജർമ്മനിയിലുള്ള വിനായക ടെമ്പിളിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ ഹാമിലുള്ള മീനാക്ഷി അമ്മൻ ടെമ്പിളിൻ്റെ വീഡിയോയും ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടെമ്പിളിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവഭഗവാനാണ് കേട്ടോ. അതുകൂടാതെ വിനായകൻ, മുരുകൻ, ഹനുമാൻ, നവഗ്രഹങ്ങൾ, നാഗദൈവങ്ങൾ തുടങ്ങി മറ്റുള്ള പ്രതിഷ്ഠകളും നമ്മുടെ മെയിൻ ശ്രീകോവിലിൻ്റെ ചുറ്റുമുള്ള ചെറിയ ചെറിയ ശ്രീകോവിലുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ടെമ്പിളിലേക്ക് വരാനായിട്ടുള്ള വഴി ഞാൻ ഗൂഗിളിൽ നോക്കിയാണ് കേട്ടോ കണ്ടുപിടിച്ചത്. ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടില്ല. ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് നിയറസ്റ്റ് ആയിട്ടുള്ള ശിവ ടെമ്പിൾ ചെക്ക് ചെയ്തപ്പോൾ ആ ഒരു ലിസ്റ്റിൽ വന്നതാണ് ഈ ഒരു ടെമ്പിൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുവരെ പോയിട്ടില്ലല്ലോ, എന്നാൽ പിന്നെ ഒന്ന് പോകാം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് 2 ആഴ്ച മുന്നേ ഈ അമ്പലത്തിൽ തിരുവിഴ നടക്കുമായിരുന്നു, ഇവിടുത്തെ ഉത്സവമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് അറിയാഞ്ഞുകൊണ്ട് നമുക്ക് വരാൻ സാധിച്ചില്ല. എനിവേ അടുത്ത വർഷം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ വന്ന് എല്ലാം കണ്ടു കേട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞങ്ങളവിടെ ചെന്നു. നമുക്കവിടെ വഴിപാടും കാര്യങ്ങളും ഒക്കെ കഴിക്കാനായിട്ട് ഉള്ള അവസരമുണ്ട്. നമ്മൾ പേരും നാളും ഒക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തിരുമേനിയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ തിരുമേനി നമുക്ക് വേണ്ടി വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പ്രസാദം നമുക്ക് തരും. തേങ്ങയും അതുപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് ആ ഒരു അർച്ചന നമുക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വഴിപാടൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കവിടെ നെയ്വിളക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതായത് നമ്മുടെ മൺചിരാതിൽ നെയ്യൊക്കെ നിറച്ച് തിരിയൊക്കെ ഇട്ട് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു വിളക്കിന് നമ്മൾ €1 വെച്ചിട്ട് പേ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു നെയ്വിളക്ക് വാങ്ങി കത്തിച്ചു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവർക്ക് 2 പേർക്കും നെയ്വിളക്ക് കത്തിക്കണമെന്ന് ഭയങ്കര നിർബന്ധം. അപ്പോൾ പിന്നെ അവരുടെ ആഗ്രഹമല്ലേ, അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ അവർക്കും കൂടെ വിളക്ക് വാങ്ങി കൊടുത്തു. അപ്പോൾ അവർ തന്നെ ഓരോ സ്ഥലത്തും അമ്പലത്തിന് വലം വെച്ച് ചെന്ന് ആ ഒരു വിളക്ക് ശ്രീകോവിലിൻ്റെ നടയിലായിട്ട് നമ്മൾ കൊണ്ടുവന്ന് സമർപ്പിക്കും. അങ്ങനെ അവർ നെയ്വിളക്ക് കത്തിച്ച്, അങ്ങനെ ഞങ്ങളുടെ 4 പേരുടെയും കത്തിച്ച് നെയ്വിളക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ വിളക്കത്തിയിലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ജർമ്മൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.